ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് നമ്മൾ നേരത്തെ എഴുന്നേറ്റിട്ടുണ്ട്. ഷാരുബേബി എണീറ്റിട്ടില്ല. രാത്രി ഉറങ്ങണമെങ്കിൽ തന്നെ 2 മണിയൊക്കെ ആവുമല്ലോ. പിന്നെ രാവിലെ എഴുന്നേൽക്കാൻ പറ്റണ്ടേ. ഇപ്പം ഏകദേശം സമയം ഒരു 5:15 ആയിട്ടുണ്ട്. സാധാരണ ഇങ്ങനെ നേരത്തെ എണീക്കുന്ന ശീലമൊന്നുമില്ല. ഇന്ന് നമ്മൾ ഒരാളെ കാണാൻ പോവാണ്. മുത്തപ്പനെ കാണാൻ പോവാണ്. പറശ്ശിനിക്കടവ് പോവാണ്. ഞങ്ങൾ രണ്ടാളും കുളിയൊക്കെ കഴിഞ്ഞ് സുന്ദര കുട്ടപ്പനും കുട്ടപ്പൊക്കെ ആയിട്ട് ഇരിപ്പുണ്ട്. വെള്ളിയിലെ പോകുന്ന പാവേ ഏതമ്പലത്തിലാണ് പോന്നെ? ആരെ കാണാനാണ് പോന്നെ? പറ. ഇപ്പം നമ്മളിന്ന് മുത്തപ്പനെ കാണാൻ പോവല്ലേ? ഞങ്ങൾ തീവണ്ടിയിലാണല്ലോ പോകുന്നത്, ട്രെയിനിലാണല്ലോ പോകുന്നത്. ഞങ്ങളങ്ങനെ ട്രെയിനിൽ പോകാൻ പോവല്ലേ അല്ലേ? ആ, അപ്പം ഞങ്ങൾ ട്രെയിനിൽ പോകാൻ മുത്തപ്പനെ കാണാൻ വേണ്ടിയിട്ട്. ഇപ്പം സമയം ഏകദേശം ഒരു 6:15 ആയിട്ടുണ്ട്. ഇനി ആപ്പനും ആപ്പിയൊക്കെ റെഡിയാകണം. എനിക്കും കുറച്ച് മുടിയൊക്കെ കെട്ടാനൊക്കെ ഉണ്ട്. എന്നാലും ഇവനെ കൊണ്ട് ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല. പെട്ടെന്ന് തന്നെ വിളിച്ചപ്പോൾ തന്നെ എണീറ്റിട്ടുണ്ട്. കുളിക്കാനും മടിയൊന്നും കാണിച്ചില്ല. പെട്ടെന്ന് തന്നെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോഴുള്ള പരിപാടിയൊക്കെ നോക്കിയിട്ട് നമ്മളെ ഓട്ടോ 7 മണിക്ക് വരും. ഇവിടുന്ന് റെയിൽവേ സ്റ്റേഷനിലേക്ക് കുറച്ച് പോകാനുണ്ട്. അപ്പോൾ ഓട്ടോ 7 മണിക്ക് അങ്ങനെ വരും അല്ലേ? ഇല്ലേ ചേട്ടാ? നമ്മൾ ചന്ദ്രാചാച്ചൻ വരില്ലേ 7 മണിക്ക് അങ്ങനെ? അപ്പോൾ ഇതാണ് ഇന്നത്തെ എൻ്റെ ഔട്ട്ഫിറ്റ്. പറഞ്ഞു നിൽക്കുമ്പോഴേക്കും നമ്മൾ ഓട്ടോ ചേട്ടൻ വന്നിട്ടുണ്ടായിരുന്നേ. പിന്നെ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലോട്ടേക്ക് പോയി. ലേറ്റായിട്ടുണ്ടായിരുന്നു നമ്മൾ എത്തുമ്പോഴേ. ഞങ്ങളുടെ ഭാഗ്യത്തിന് ട്രെയിന് ഒരു 5 മിനിറ്റ് ലേറ്റായിരുന്നു. അതുകൊണ്ട് വലിയ കുഴപ്പമില്ലാണ്ട് പോയി. ഇപ്പോഴാണെങ്കിൽ റോഡിൻ്റെ പണിയൊക്കെ നടക്കുന്നതുകൊണ്ട് ഭയങ്കര ബ്ലോക്കാണ്. നമുക്ക് എവിടെയെങ്കിലും പോകണമെങ്കിൽ പോകേണ്ടതിൻ്റെ അരമണിക്കൂർ മുമ്പെങ്കിലും നമ്മൾ ഇറങ്ങണം. അതാണ് അവസ്ഥ. ഞങ്ങളൊക്കെ കൂടി ഇരുന്ന് കുറച്ച് സമയം ഇരുന്ന് ചളിയൊക്കെ പറഞ്ഞിരിക്കുമ്പോഴേക്കും ട്രെയിൻ വന്നിട്ടുണ്ടായിരുന്നു. വിചാരിച്ച പോലെയല്ല, തിരക്കുണ്ടാവില്ല എന്ന് വിചാരിച്ചു. പക്ഷെ നല്ല തിരക്കായിരുന്നു ഗൈസ്. സീറ്റ് കിട്ടിയില്ല, നിൽക്കേണ്ട വന്നു. പിന്നെ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ, കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലെത്തി. അവിടെ ഇറങ്ങി. പിന്നെ അവിടെ നിന്ന് നമുക്ക് ബസ്സിന് വേണം പറശ്ശിനിക്കടവിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. ശരിക്കും പറഞ്ഞാൽ രാവിലെ ഡയറക്റ്റ് ബസ്സുണ്ട്. പക്ഷെ നമുക്ക് രാവിലെ പുലർച്ചെയാണ് ബസ് വരുന്നത്. അപ്പോൾ കുഞ്ഞിനെയൊക്കെ കൊണ്ടുപോകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. അതുകൊണ്ട് പിന്നെ ട്രെയിനിന് പോകാമെന്ന് വിചാരിച്ചു. ട്രെയിനിലാകുമ്പോൾ വലിയ യാത്രാക്ഷീണം ഉണ്ടാകത്തില്ലല്ലോ, ബ്ലോക്കിലും കുടുങ്ങുന്ന പ്രശ്നം ഉണ്ടാവില്ല. അങ്ങനെ നമ്മൾ കണ്ണൂർ എത്തിയിട്ട് അവിടെ നിന്ന് ബസ് സ്റ്റാൻഡിൽ പോയി പറശ്ശിനിക്കടവിലേക്കുള്ള ബസ് കയറുക ചെയ്തത്. കണ്ണൂരിൽ നിന്ന് എല്ലാ ടൈമിലും പറശ്ശിനിക്കടവിലേക്ക് ബസ് ഉള്ളതുകൊണ്ട് തന്നെ വലിയ കുഴപ്പമില്ല ഗൈസ്. നമുക്ക് പോകുന്നതിൽ ബുദ്ധിമുട്ടും കാര്യങ്ങളും ഒന്നുമില്ല. പിന്നെ നമ്മൾ ബസ് സ്റ്റാൻഡിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ വണ്ടിയൊക്കെ എടുത്ത് പോവുകയാണെങ്കിൽ നമുക്ക് താഴെ നടപ്പാതയുടെ അടുത്ത് അവിടെ നമുക്ക് പാർക്ക് ചെയ്യാം. ബസ്സിനൊക്കെ ആകുമ്പോൾ നമ്മളിങ്ങനെ കുറച്ചധികം നടക്കാനുണ്ട് അമ്പലത്തിലോട്ടേക്ക്. പിന്നെ നടക്കാനുള്ള വഴി നമുക്ക് സന്തോഷം തരുന്ന കാഴ്ചകളാണ്. മൊത്തം ചന്തയാണ്. അതുകൊണ്ട് കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് പോകുന്നതിൽ സൂക്ഷിച്ചോളൂ. കയ്യിൽ ബജറ്റ് പൊട്ടാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. നമ്മൾ അമ്പലത്തിലോട്ടേക്ക് എത്തിയപ്പോൾ ഏകദേശം ഒരു 10-10:15 ആയിട്ടുണ്ട്. അത്ര ലേറ്റ് ആവില്ലേനു. നമ്മൾ കണ്ണൂർ എത്തിയപ്പോഴേ കുഞ്ഞിന് വിശക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ചെറുതായിട്ടൊന്ന് ചായ കുടിക്കാമെന്ന് കരുതി അങ്ങനെ ചായ കുടിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കുറച്ച് സമയം നമ്മൾ ഡിലേ ആയിട്ടുണ്ട്. പക്ഷേ എന്തോ നമ്മളിന്ന് അവിടെ അമ്പലത്തിലെത്തിയ സമയത്തും വലിയ തിരക്കൊന്നും ഇന്ന് ഫീൽ ചെയ്തില്ല. സ്വതവേ നല്ല തിരക്ക്. ഇപ്പോൾ വെക്കേഷൻ ടൈമൊക്കെ ഇല്ലേ, നല്ല തിരക്കുണ്ടാകുന്നതാണ്. പക്ഷെ ഇന്ന് അത്ര തിരക്കുണ്ടായിരുന്നില്ല, കമ്പാരിറ്റീവ്ലി കുറവായിരുന്നു. അതുകൊണ്ട് നല്ല രീതിയിൽ മുത്തപ്പനെ തൊഴാൻ പറ്റിയിരുന്നു. അതുപോലെ തന്നെ ഇന്ന് പുഴേൻ്റെ അടുത്തൊന്നും അത്ര വലിയ തിരക്കുണ്ടായിരുന്നില്ല. മറ്റേ നമുക്ക് തിരക്കുകൊണ്ട് അവിടത്തേക്ക് ഇറങ്ങാൻ പറ്റത്തില്ല. പിന്നെ വേറൊരു കാര്യം ഗൈസ്, നിങ്ങൾ മുത്തപ്പനെ കാണാൻ വേണ്ടി വരുമ്പോൾ നിങ്ങൾക്ക് വെള്ളാട്ട് കാണണം എന്നുണ്ടെങ്കിൽ രാവിലെ വരണം കേട്ടോ. ഒരു 6:30 എത്തുന്ന രീതിയിൽ വരണം. എന്നാലും മാത്രമേ നമുക്കത് കാണാൻ പറ്റത്തുള്ളൂ. നമ്മൾ സാധാരണ അങ്ങനെയാണ് വരാറുണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ നമുക്ക് വരാൻ പറ്റാത്തൊരു സാഹചര്യം ആയതുകൊണ്ട് നമ്മൾ ലേറ്റ് ആയിട്ടുണ്ടായിരുന്നേ. നമ്മൾ നല്ല സമാധാനത്തിൽ മുത്തപ്പനെ തൊഴുത് വന്നു. ഉള്ളിൽ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റത്തില്ല, അതുകൊണ്ട് എടുത്തിട്ടില്ല. പിന്നെ നമ്മൾ മുത്തപ്പൻ്റെ പ്രസാദമൊക്കെ കഴിച്ചു. ശരിക്കും എന്തോ നമ്മൾ ഇവിടെ നിന്ന് കിട്ടുന്ന ഈ ഒരു പ്രസാദം ഇല്ലേ, നമ്മൾ വൻപയർ നമ്മൾ വീട്ടിൽ പോയി ഇങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഈ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടത്തേ ഇല്ല. അതുമാത്രമല്ല, അത് കുറച്ച് കഴിച്ചാൽ മതി നമ്മുടെ വയറിങ്ങനെ ഫുള്ളായി കിടക്കുന്ന പോലത്തെ ഒരു ഫീലാണ് നമുക്ക്. എന്തോ മനസ്സും വയറും നിറയുന്ന പോലത്തെ ഒരു ഫീല്. പിന്നെ നല്ല തിരക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ കുറേ സമയം പുഴയോരത്ത് ഇരുന്നിട്ടുണ്ടായിരുന്നേ. അവിടെ ഇങ്ങനെ ഇരുന്നിട്ടുണ്ടായിരുന്നു, ഓരോ ബോട്ട് പോകുന്നത് നോക്കിയിരിക്കുകയായിരുന്നു. നല്ല ചൂടുള്ള കാലാവസ്ഥ ആയതുകൊണ്ട് അതിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അല്ലാണ്ട് മൊത്തത്തിൽ നല്ല ഒരു പീസ്ഫുള്ളായിട്ടുള്ളൊരു ദിവസമായിരുന്നു ഇന്നെന്ന് പറയാം. ലാസ്റ്റ് ടൈം നമ്മൾ കുഞ്ഞിൻ്റെ ചോറൂണിന് വന്നപ്പോൾ നമുക്ക് മുത്തപ്പൻ്റെ ചോറ് കഴിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല.
അതുകൊണ്ട് ഇന്ന് കഴിക്കണം എന്ന് നിർബന്ധമായിരുന്നു. പിന്നെ നമ്മൾ ഇന്ന് മുത്തപ്പൻ്റെ ചോറ് കഴിച്ചു. കുഞ്ഞ് ആദ്യമായിട്ടാണ് മുത്തപ്പൻ്റെ അവിടെ നിന്ന് ചോറ് കഴിക്കുന്നത്. അതിന് ഭയങ്കര സന്തോഷമായിരുന്നു. അങ്ങനെ നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ച് കുഞ്ഞിന് ടോയ്സും ആമിക്ക് കുറച്ച് എനിക്കും ആമിക്കൊക്കെ കമ്മലും വളയൊക്കെ വാങ്ങി. ആമയാണെങ്കിലും കുഞ്ഞാണെങ്കിലും ഭയങ്കര പാവമായിരുന്നു കേട്ടോ. അങ്ങനെ നിർബന്ധം ബുദ്ധിയൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ എന്താണോ വാങ്ങിച്ചു കൊടുത്തത് അവരത് വെച്ച് ഹാപ്പി ആയിരുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ദിവസം ഭയങ്കര ഹാപ്പി ആയിരുന്നു. അപ്പോൾ നിങ്ങൾ പറശ്ശിനിക്കടവിൽ പോകാത്തവരുണ്ടാവും, ഉണ്ടെങ്കിൽ പോയി നോക്ക് കേട്ടോ. കണ്ണൂർ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ ടൈമിലും ബസ്സുണ്ട്. തിരിച്ച് പറശ്ശിനിക്കടവിൽ നിന്ന് വരാനാണെങ്കിലും നമുക്ക് അവിടെ നിന്ന് ബസ് അവൈലബിൾ ആണ്. അപ്പോൾ ഇത്രയുള്ള ഗൈസ്, നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ, സീ യു.